നമ്മൾ ഇനി പോകുന്നത് പാലക്കാട്ടേക്കാണ്. അവിടെ ഗോകുൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ. ഗോകുൽ, എന്താണ് പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലെ കാഴ്ചകൾ? UDF-ഉം LDF-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെയൊക്കെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്താണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? പാലക്കാട്ടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിജയകുമാർ, ഇപ്പോൾ BJP ക്യാമ്പിലാണ് നമ്മളുള്ളത്. വടക്കുംതറ ക്ഷേത്ര മൈതാനത്ത് നിന്നാണ് BJP-യുടെ കൊട്ടിക്കലാശത്തിന്റെ റാലി ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ സുൽത്താൻപേട്ടയിലേക്കാണ് ഇവരുടെ റാലി പോകുന്നുണ്ടാവുക. അവിടെ മൂന്ന് പാർട്ടികൾക്കും, മൂന്ന് മുന്നണികൾക്കും അവസാന കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങൾ ആഘോഷമാക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള കൊട്ടിക്കലാശ സംവിധാനങ്ങൾ പാലക്കാട് ഈ സുൽത്താൻപേട്ടയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്, ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് നമ്മളുള്ളത്. ഒരു വാഹനത്തിനകത്ത് മുഴുവൻ സ്ഥാനാർത്ഥികളും ഉണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ കനത്ത പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണയായി BJP NDAയുടെ നേതൃത്വത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അധികാരത്തിലേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് കനത്ത ശക്തമായ പോരാട്ടമായിരുന്നു UDF പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള തീവ്രമായ പ്രചാരണങ്ങൾ എല്ലാ മുന്നണികൾക്കും ഈ ജില്ലക്കകത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഒറ്റപ്പാലത്തും ഷൊർണൂരും ഒക്കെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു എന്നൊരു പ്രതീതിയും എല്ലാ സ്ഥലത്തും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പാലക്കാട് ജില്ലയിലെ ക്ലാസിക് പോരാട്ടം നടക്കുന്നത് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി, പാലക്കാട് നഗരസഭയ്ക്കകത്ത് തന്നെയാണ്. കഴിഞ്ഞ 2 തവണയായിട്ട് BJP-ക്ക് ഇവിടെ അധികാരത്തിൽ കയറാൻ വേണ്ടി സാധിച്ചു. ഇത്തവണ 3ാം തവണയും അവർ അധികാരത്തിലേറുമെന്ന് പറയുന്നു. പക്ഷേ ഈ BJP-യുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് UDF-ന്റെ നേതൃത്വത്തിൽ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ സംവിധാനം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലേറുമെന്ന് UDF-ന്റെ പ്രചാരണം, അവർ ആ രീതിയിലുള്ള പ്രചാരണമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ UDF പല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ രീതിയിലുള്ള റോഡ് ഷോകളുമൊക്കെ ആയിട്ടാണ് കൊട്ടിക്കലാശത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ജനാധിപത്യത്തിന്റെ മഹത്തായ മഹോത്സവത്തിന്റെ അവസാന നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഈ പരസ്യ പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ ആഘോഷമാക്കുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഇപ്പോൾ സ്ഥാനാർത്ഥികളിൽ നിന്ന് തന്നെ നമുക്ക് ചില പ്രതികരണങ്ങൾ തേടാവുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ അവസാന നിമിഷത്തിലെ വിജയപ്രതീക്ഷകൾ? ഏത് രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ? മുനിസിപ്പാലിറ്റി 35 സീറ്റിലുപരി ഞങ്ങൾ പിടിച്ച് ഹാട്രിക് വിജയം എന്നുള്ളത് തന്നെയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വിജയാഘോഷമാണിത്. ഇപ്രാവശ്യം എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി ഒറ്റകക്ഷിയായി BJP മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന് ഞങ്ങൾ സജ്ജമായി കഴിഞ്ഞു. അതിന് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഇത്രയും കാലം BJP ഭരിച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ജില്ലയിൽ CPM-ന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. അവിടെ CPM സ്വാധീന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മത്സരിക്കുന്ന 37ാം വാർഡായ ഒതുങ്ങോടാണ്. 45 വർഷമായിട്ട് CPM ആണ് അവിടെ. ആ ഭാഗത്ത് 7 ഏരിയയിലും ഇന്ന് നല്ല രീതിയിലാണ് നമ്മുടെ പ്രചരണവും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഇത് പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളും അതുപോലെ BJP സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളുമാണ്. അവിടെ റോഡ് ഷോ, BJP-യുടെ റോഡ് ഷോ പാലക്കാട്ട് നഗരത്തിൽ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.